നേരെ മറിച്ച് വളരെ കുറച്ചു കാലം മാത്രം ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിലും വേദനിപ്പിക്കുന്നതിലും ക്രൂരത ചെയ്യുന്നതിലും മാത്രം വിനോദം കണ്ടെത്തിയിട്ടുള്ള ആളുകൾ അവിടെ എങ്ങനെ ജീവിക്കും? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ നിർഭാഗ്യം എന്താണെന്നറിയാം? അയാൾക്ക് ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയാം? അയാൾ ചെയ്യുന്ന തെറ്റുകൾ അയാൾ മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളതാണ്. തെറ്റാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. അതിനേക്കാളും വലിയൊരു ശിക്ഷ ഈ ലോകത്ത് കിട്ടാനില്ല. അതിന് പറയാം സീൽ വെക്കാന്ന്, അല്ല പൂട്ടിക്കളിയുന്നവർ. യു വിൽ കീപ് ഓൺ ഡൂയിങ് ദ മിസ്റ്റേക്സ്. ആലോചിച്ച് നോക്കിയാൽ മതി, ഇസ്രായേൽ എന്താ ചെയ്യുന്നത്, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ലോകം മൊത്തം പറഞ്ഞിട്ട് പോലും അവർക്ക് നിർത്താൻ കഴിയുന്നില്ല എങ്കിൽ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ടു ദം? പലപ്പോഴും അവരുടെ ക്രൂരതകളെ കൊണ്ട് അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് നമുക്ക് സഹതാപം തോന്നാറുള്ളത്. ശരിക്കും നമ്മൾ ആരാലോചിച്ചിട്ടാണ് സഹതപിക്കണ്ടേ? ഈ മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ചിട്ട്. ഇസ്രായേലിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല, ഇങ്ങനെ ക്രൂരത ചെയ്യുന്ന മനുഷ്യന്മാരല്ലേ? ക്രൂരത ചെയ്യുന്ന മനുഷ്യന്മാരാലോചിച്ചിട്ട് വേണം നമ്മൾ സഹതപിക്കാൻ. കാരണം ഇവിടെ വളരെ കുറച്ചു കാലം മാത്രമുള്ള ഈ പരീക്ഷണമായ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ശാശ്വതമായിട്ടുള്ള മറ്റൊരു ലോകത്ത് ഞാൻ ജീവിക്കാൻ കാരണമാകുന്നത്. ഇവിടെ മരിച്ചുപോയ ക്രൂരതയിൽ ആഴ്ത്തപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ പടച്ചവനെ മനസ്സിൽ വെച്ചാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ട് അവിടെ എങ്ങനെ ജീവിക്കും ശാശ്വതമായി മരണമില്ലാതെ? നേരെ മറിച്ച് വളരെ കുറച്ചു കാലം മാത്രം ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിലും വേദനിപ്പിക്കുന്നതിലും ക്രൂരത ചെയ്യുന്നതിലും മാത്രം വിനോദം കണ്ടെത്തിയിട്ടുള്ള ആളുകൾ അവിടെ എങ്ങനെ ജീവിക്കും? കൈയൊന്നിങ്ങനെ ജസ്റ്റ് തീയിലൊന്ന് തട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്നാവുന്ന നമ്മള് ആലോചിച്ച് നോക്ക, നരകത്തിലെ തീയിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മൾ അതൊന്നും ഉണ്ടാവില്ല. അതാ പറയുന്നത്, ഇപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള തല വെച്ചിട്ട് നമ്മൾ ചിന്തിക്കണം അവിടെ എന്താ കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. അവിടെ നിന്നൊരു മാറ്റം നമ്മൾ വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എങ്കിൽ ഈ വീഡിയോ ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലല്ലോ. ഈ ഒരു വീഡിയോ എന്തിന്റെ നീയത്തിലാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമായിരിക്കും എൻ്റെ കൂടെ ഉണ്ടാവുക. മനുഷ്യന്മാർ തരുന്ന ലൈക്കാണ് എൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കഥ. ലൈക്ക് കിട്ടിയ സന്തോഷം ഉണ്ടാവും, ലൈക്ക് കിട്ടിയില്ലേ സന്തോഷം ഉണ്ടാവില്ല. ഒറ്റ കാര്യമൊന്നും, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞാൻ ചെയ്യുന്നത് പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ചാണ് എങ്കിൽ 100% എനിക്ക് ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാവും. അപ്പൊ അള്ളാഹ് തീരുമാനിക്കും എനിക്ക് എന്ത് കിട്ടണം എന്ത് കിട്ടണ്ട. അല്ല എന്ത് തീരുമാനിച്ചാലും അതെനിക്ക് വേണ്ടിയിട്ടാണല്ലോ. ഉറച്ച ബോധം എപ്പോഴും എൻ്റെ തലയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതാണ് നിസ്കരിക്കാൻ കറക്റ്റ് പറയുന്നത്. കറക്റ്റ് ആകുമ്പോൾ നിസ്കരിക്കുക. കറക്റ്റ് ആകുമ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് തലച്ചോറ് ഇങ്ങനെ ഡിവീറ്റ് ചെയ്ത് പോകില്ലേ, ശൈത്താന്റെ പ്രേരണയാൽ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും.